ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കേരളക്കര കൈയടിച്ച ഒരു ഉമ്മയുണ്ട്. നമ്മുടെ ഈ ചാനൽ ചർച്ചകളിൽ ഒരുപാട് ചർച്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് എങ്കിലും ഇന്ന് മാധ്യമത്തിന് ബൈറ്റ് കൊടുത്ത ഒരു ഉമ്മ, അതും നമ്മുടെ ഹിജാബ് വിഷയത്തിൽ ഒരു വലിയ ക്രിസ്റ്റൽ ക്ലാരിറ്റിയോട് കൂടി ഒരു വാക്കുപോലും അടർത്തി മാറ്റാൻ പറ്റാത്ത തരത്തിലാണ് ആ ഉമ്മ പ്രതികരിച്ചത്. യഥാർത്ഥത്തിൽ ഈ ഉമ്മയുടെ ഈ പ്രതികരണമുണ്ടല്ലോ, ഇന്നലെ അട്ടഹസിച്ച് പൊട്ടിച്ചിരിച്ച് താണ്ഡവ നൃത്തമാടിയ ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പൽ എന്ന് പറയുന്ന ആ സിസ്റ്റർക്ക് പോലും അനുകരിക്കാൻ പറ്റുന്ന തരത്തിൽ മിതമായ രീതിയിലുള്ള ഭാഷ ഉപയോഗിച്ച്, സഭ്യമായ ഭാഷ ഉപയോഗിച്ച് ഒരു മനുഷ്യ കുഞ്ഞിനെ പോലും വേദനിപ്പിക്കാത്ത തരത്തിൽ വളരെ കൃത്യമായി ഹിജാബ് വിഷയത്തിൽ ഈ ഉമ്മ ഇന്ന് പ്രതികരിച്ചു. അതായത് ഇന്നലെ നടന്ന ആ ഹിജാബ് വിഷയത്തിൽ ഹിജാബ് ഇട്ട് സ്കൂളിലേക്ക് വരുന്നവരെല്ലാം ഏതോ വലിയ തീവ്രവാദത്തിന്റെ ആളുകളാണ് എന്നുള്ള ഈ സിസ്റ്ററുടെ പരാമർശം വേദനിപ്പിച്ച് ഇന്ന് തങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെയും ആ സ്കൂളിൽ നിന്നും മാറ്റുകയാണ് എന്ന് പ്രഖ്യാപിച്ച് ചാനലിന്റെ മുമ്പിലേക്ക് വന്ന് പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് വന്ന ഒരു ഉമ്മയും ഉപ്പയുമാണ്. പക്ഷേ ഈ ഉമ്മയുടെ വാക്കുകളുണ്ടല്ലോ, അത് കേരളത്തിലെ ഓരോ മതേതര മനസ്സും ഒന്ന് കേൾക്കേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. കാരണം ചാനൽ ചർച്ചയിലൊക്കെ വലിയ രീതിയിൽ ഹിന്ദുത്വ വാദത്തിന് വേണ്ടിയിരിക്കുന്ന സാക്ഷാൽ രാഹുൽ ഈശ്വർ പോലും ഈ ഉമ്മയെ ഇന്ന് അക്ഷരാർത്ഥത്തിൽ നമിച്ചിരിക്കുന്ന ഒരു പ്രസ്താവനയാണ്. ഒരു മനോഹരമായ ഒരു ബൈറ്റാണ്. നമുക്ക് ആ ബൈറ്റ് ഒന്ന് കാണാം. അപ്പോൾ ഇപ്പോൾ ഒരു കോൺട്രവേഴ്സി ഒക്കെ നടക്കുന്നത് അറിയാലോ. അപ്പോൾ അതിൻ്റെ ഇതിൽ എൻ്റെ മക്കൾ ഇതുപോലത്തെ ഒരു സാഹചര്യമുള്ള സ്കൂളിൽ പഠിക്കുന്നതുകൊണ്ട് എനിക്ക് മാനസികമായിട്ടൊരു ഭയം ജനിപ്പിച്ചിട്ടുണ്ട്. അതായത് ഒരു പെൺകുട്ടി തട്ടമിട്ട് വന്നു എന്നുള്ള ഒരു കാരണം കൊണ്ട് ഇപ്പം ആ കുട്ടിക്ക് മറ്റുള്ള കുട്ടികളിൽ ഒരു ഭയം ജനിപ്പിക്കും എന്നുള്ളൊരു പ്രസ്താവന, ആ ഒരു പ്രസ്താവനമേലാണ് ഞങ്ങളിങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഞങ്ങൾ ഈ സാമൂഹികപരമായിട്ടും മതപരമായിട്ടും ഒക്കെ മറ്റുള്ള ആൾക്കാരോടും എല്ലാ തരത്തിലും മതപരമായിട്ടുള്ള ആൾക്കാരോടും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരാൾക്കാരാണ്. അപ്പം നമുക്ക് ആ രീതിയിൽ ഈ ഒരു വിഷയത്തെ ആ രീതിയിലേക്ക് കൊണ്ടുപോകാൻ തീരെ താല്പര്യമില്ല. അപ്പം നമ്മൾ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സംസാരിക്കുന്ന, ഇങ്ങനത്തെ പ്രസ്താവനകൾ ഇറക്കുന്ന ഒരു പ്രിൻസിപ്പളും പി ടി എ പ്രസിഡൻറ്റും ഒക്കെ ഉള്ള ഒരു സ്കൂളിലേക്ക് നമ്മുടെ മക്കളെ അയക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഭയം ഉണ്ടാവുമല്ലോ. ആ ഒരു ഭയമാണ് നമ്മളുടെ ഉള്ളിൽ ഇപ്പോഴുള്ളത്. പിന്നെ ഞാൻ ഹിജാബ് ധരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ഹിജാബ് ധരിക്കുമ്പോൾ നാളെ എൻ്റെ മക്കൾ എന്നോട് തിരിഞ്ഞ് ചോദിക്കും, ഉമ്മി എനിക്കും ഹിജാബ് ധരിക്കണം എന്നുള്ളത്. കാരണം ഞാനിപ്പോൾ അവരെ ഹിജാബ് ധരിപ്പിക്കുന്നില്ല. ഇപ്പം തൊട്ടടുത്തൊരു സ്കൂളിലേക്ക് ചേർത്തുമ്പോൾ അവിടെ ചെല്ലുമ്പോഴും ഹിജാബ് ധരിച്ച് ഇന്ന് മുതൽ ഹിജാബ് ധരിപ്പിച്ച് വിടണം എന്നുള്ളതല്ല. അവർ എന്നാണോ ഇതിൻ്റെ മേന്മ മനസ്സിലാക്കുന്നത് അവരെന്നോട് അത് ആവശ്യപ്പെടുമ്പോൾ, അവർ മുതിരുമ്പോൾ അതിനാവശ്യപ്പെടുന്ന സമയത്ത് അവർക്ക് അതിനുള്ളൊരു തീർച്ചയായും ഈ ഉമ്മയുടെ ആവശ്യം തീർത്തും ന്യായമാണ് എന്ന് പറയാതിരിക്കാൻ ഒരു മനുഷ്യനു പോലും കഴിയില്ല. കാരണം ഇന്ത്യ പോലുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് അവരുടെ വിശ്വാസം എന്താണോ പറയുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കാനും അതനുസരിച്ച് വേഷം ധരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് താമസിക്കുമ്പോൾ തീർച്ചയായിട്ടും ഏതൊരു ഉപ്പാക്കും അല്ലെങ്കിൽ ഏതൊരു ഉമ്മയ്ക്കും അവരുടെ മക്കൾ നാളെ ഈ പറയുന്ന രീതിയിൽ മതപരമായ ചിഹ്നങ്ങൾ ഉപയോഗിക്കണം, അല്ലെങ്കിൽ മതപരമായ രീതിയിൽ ജീവിക്കണം, അല്ലെങ്കിൽ മതപരമായ വസ്ത്രം ധരിക്കണം എന്നുള്ള ഒരു ആവശ്യം ഉമ്മയോട് പറയുമ്പോൾ തീർച്ചയായിട്ടും ഉമ്മയ്ക്കും ഉപ്പയ്ക്കും അത് വകവെച്ചു കൊടുക്കേണ്ടി വരും. അന്ന് ഈ പറയുന്ന തരത്തിലുള്ള ഒരു ഉറഞ്ഞു തുള്ളുന്ന ഒരു പ്രിൻസിപ്പൽ ഇരിക്കുന്ന കോളേജിലാണ് അല്ലെങ്കിൽ സ്കൂളിലാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ആ മക്കളുടെ മുമ്പിൽ ഉത്തരമില്ലാതെയായി പോകും. ഇനി അടുത്ത ഈ ഉമ്മയുടെ വാക്കുകളാണ് ഏറെ പ്രസക്തം കേട്ടോ. സാഹചര്യം ഉണ്ടാവണം. അപ്പം അതിന് ഉതകുന്ന തരത്തിലുള്ള ഒരു സ്കൂളിലേക്കാണ് ഇപ്പം ഞാൻ മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂൾ. അതായത് ഇതിനേക്കാൾ വലിയ മറുപടി ഈ ഉമ്മയ്ക്ക്, ഈ പറയുന്ന കാസക്കുഞ്ഞുങ്ങൾക്കും, ഈ പറയുന്ന ക്രിസംഗി വർഗത്തിനും അതോടൊപ്പം കെന്നഡി അപ്പൂപ്പനൊന്നും കൊടുക്കാനില്ല. അതായത് ഈ പറയുന്ന നമ്മുടെ പള്ളുരുത്തിയിലെ ഈ സ്കൂളിൽ നിന്നും ഈ കുഞ്ഞിനെ മാറ്റി മറ്റൊരു സ്കൂളിൽ ചേർക്കുന്നു. ഇതാണ് വാർത്ത. ഒരുപക്ഷെ ഈ വാർത്തയുടെ ആദ്യം കേട്ടപ്പം തന്നെ കാസക്കുഞ്ഞുങ്ങളും ഈ പറയുന്ന ക്രിസംഗികളും അതോടൊപ്പം കെന്നഡി ചേട്ടനും ഒക്കെ എന്തോ ഒരു സുവർണാവസരം കിട്ടിയ രീതിയിൽ അങ്ങ് തുള്ളിച്ചാടിയിട്ടുണ്ടാകും. പക്ഷേ ഈ അമ്മ അല്ലെങ്കിൽ ഈ ഉമ്മ ഈ കുഞ്ഞിയെ കൊണ്ടുചെന്ന് ചേർക്കുന്നത് ഏതെങ്കിലും ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിലായിരുന്നെങ്കിൽ എൻ്റെ പൊന്നോ ഈ കേരളം നിന്ന് കത്തിയേനെ. സൗദിയിൽ നിന്നും ഫണ്ടിങ്, അങ്ങ് മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും ഫണ്ടിങ്,
ഇവിടെ ഇസ്ലാമിക ഭീകരവാദം വളരുന്നു, ഇതിന് പിന്നിൽ ജിഹാദികളാണ്, ഇതിന് പിന്നിൽ ഇസ്ലാമിസ്റ്റ് വാദികളാണ്, ഇവർ ഇന്ത്യയെ ഒരു ഇസ്ലാം രാജ്യമാക്കാനുള്ള ഒരു തയ്യാറെടുപ്പിന് മുന്നോട്ടുള്ള ശ്രമത്തിലാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കുഞ്ഞിനെ ഇപ്പോൾ മുസ്ലിം മാനേജ്മെന്റിലേക്ക് മാറ്റിയത്. ഇനി എല്ലാ സ്കൂളുകളിലും പഠിക്കുന്ന മുസ്ലിം കുഞ്ഞുങ്ങളെ എല്ലാം ഇതുപോലെ മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിലേക്ക് മാറ്റാനുള്ള ഒരു വലിയ ആഗോള തരത്തിലുള്ള ഗൂഢാലോചനയ്ക്ക് ശേഷമാണ് ഈ ഉമ്മ പൊതുസമൂഹത്തിലേക്ക് വന്നത് എന്ന് പറഞ്ഞത്. അങ്ങനെ ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റോട് കൂടി ഈ ഉമ്മയും ഉപ്പയും ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ക്രിസംഗികളും ഈ പറയുന്ന സംഘപരിവാർ BJP വർഗീയവാദികളും എന്തിനേറെ ഇന്നലെ ചാനലിൽ വന്നിരുന്ന് പൊട്ടിച്ചിരിച്ച് അട്ടഹസിച്ച് കേരളത്തിലെ മുഴുവൻ അധ്യാപകർക്കും മാനക്കേടാക്കി മാറ്റിയ, കേരളത്തിലെ മുഴുവൻ നല്ലവരായ കന്യാസ്ത്രീകൾക്ക് മാനക്കേടുണ്ടാക്കിയ ആ പ്രിൻസിപ്പൽ പോലും ഒരു പക്ഷെ കാത്തിരുന്നത് ഇങ്ങനെ ഒരു സുവർണാവസരത്തിനാണ്. പക്ഷേ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റോട് കൂടി, ഒരൊറ്റ പ്രഖ്യാപനത്തോടു കൂടി, ഒരൊറ്റ നടപടിയിൽ കൂടി ഈ പറയുന്ന എല്ലാ അപരമത വിദ്വേഷത്തിന്റെയും വർഗീയ വിഷവിത്തുകളെ തച്ചുടക്കുകയാണ് ഈ ഉപ്പയും ഉമ്മയും. ഇതാ ഈ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് ഒരു സല്യൂട്ട് കൊടുക്കാനാണ് കേരളം ഇന്ന് ആഗ്രഹിക്കുന്നത്. തീരുന്നില്ല കേട്ടോ, ഉമ്മയുടെ വാക്കുകൾ ഇവിടെ തീരുന്നില്ല. അവിടുത്തെ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്ററാണ്, അതായത് കന്യാസ്ത്രീയാണ്. അതായത് ഈ സെൻട്രൽ താസ് സ്കൂളിലെ പ്രിൻസിപ്പലിനെ പോലെ തന്നെ ഒരു കന്യാസ്ത്രീയാണ്. അപ്പോൾ ആ കന്യാസ്ത്രീ ആ മേഡത്തിനോട് ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ മേഡം എന്നോട് സംസാരിച്ചതെന്ന് പറഞ്ഞാൽ വളരെ ചേർത്ത് പിടിക്കുന്ന രീതിയിലത്തെ ഒരു സംസാരമായിരുന്നു. പിടിക്കുന്നു എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ വല്ലാത്ത ഒരു സന്തോഷമാണ്. കാരണം ഇതേ വിഷയത്തിലാണ് ശിവൻകുട്ടി മിനിസ്റ്റർ ഒരു തട്ടമിട്ട മുസ്ലിം പെൺകുട്ടിയെ ഇങ്ങനെ ചേർത്ത് പിടിച്ചപ്പോൾ കേരളം കൈയടിച്ചത്. ഇപ്പോഴിതാ വീണ്ടും ഇവിടെ പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയുമ്പോൾ, ഇപ്പോൾ ഈ അമ്മ ഈ കുഞ്ഞിനെ മാറ്റുന്നത് ഒരു ക്രിസ്ത്യൻ മിഷണറി സ്കൂളിലേക്കാണ്, ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ നേതൃത്വം കൊടുക്കുന്ന സ്കൂളിലേക്കാണ്. അല്ലാതെ ഏതെങ്കിലും മുസ്ലിം മാനേജ്മെന്റ് ജിഹാദികൾ ഇസ്ലാമിസ്റ്റ് വാദികൾ എന്ന് നിങ്ങൾ പറയുന്ന ആളുകൾ നടത്തുന്ന സ്കൂളിലേക്കല്ല. ഇവിടെ ഈ പറയുന്ന കർത്താവിന്റെ മണവാട്ടിമാർ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർമാരെ ഈ പറയുന്ന 2 ആളുകളെ കമ്പയർ ചെയ്യുന്ന രീതിയിൽ എത്ര മനോഹരമായാണ് ഇതിലെ നെല്ലും പതിരും തിരിച്ചറിഞ്ഞ് ഈ ഉമ്മ സംസാരിച്ചത്. ഇവിടെ ഈ സിസ്റ്റർ ചേർത്തു പിടിക്കുകയാണ്, മോളെ നിങ്ങൾ ഈ കോൺവെന്റ് സ്കൂളിൽ പഠിക്കൂ, നിങ്ങളുടെ മക്കൾക്ക് ഇന്ത്യ നിയമം അനുസരിച്ച് അവരുടെ വിശ്വാസപരമായി ജീവിക്കാനുള്ള സകലമാന കാര്യങ്ങൾക്കും നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുടെ സ്കൂൾ ഉണ്ട് എന്ന് പറഞ്ഞ് ചേർത്തു പിടിക്കുമ്പോൾ ഇതിനേക്കാൾ മനോഹരമായ കേരളം എവിടെയുണ്ട് എന്ന് നമ്മളെല്ലാവരും ചോദിച്ചു പോവുകയാണ്. എന്നോട് പറഞ്ഞത്, മോളെ നമുക്ക് അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള വിവേചനങ്ങളും ഇല്ല, ഞങ്ങൾ എല്ലാ കുട്ടികൾക്കും അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു തരത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല, കുട്ടികളെ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വിടാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു സംസാരം അതാണ് ശരിക്കും ഞങ്ങളെ കൂടുതലും അതിലേക്ക് അടുപ്പിച്ചത്. ആദ്യം ഞങ്ങൾ വ്യാഴാഴ്ച പോയിട്ട് അഡ്മിഷനെ കുറിച്ച് ആലോചിച്ചതിന് ശേഷമാണ് ഞങ്ങൾ TC മേടിക്കാനായിട്ട് ചെല്ലുന്നത്. അപ്പോൾ ഈ മേഡത്തിൽ നിന്നുണ്ടായ ഒരു സമീപനം അത് നമുക്ക് വളരെ ഇൻഫ്ലുവൻസ് ആയി ശരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കോൺട്രവേഴ്സി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് ഒരു ചർച്ച വരുമ്പോൾ നമ്മൾ കൂടുതലും ഒരു കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ട് നമ്മൾ സംസാരിക്കും. യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് ഈ വിഷയത്തിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഇവിടെ BJP ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്താണ് ഈ ഹിജാബ് വിഷയത്തെ ഷോൺ ജോർജ് എന്ന് പറയുന്ന PC ജോർജിന്റെ പുന്നാര മകനെ കൊണ്ട് കേരളത്തിൽ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷേ കേരളത്തിലെ ഇടത് സർക്കാരും കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയും നഖശിഖാന്തം എതിർത്തപ്പോ, കേരളത്തിലെ പൊതുസമൂഹം അതിന് നഖശിഖാന്തം എതിർത്തപ്പോ, കേരളത്തിലെ മതേതരവാദികളും കേരളത്തിലെ മനുഷ്യ സ്നേഹികളും ഒക്കെ ഈ കുഞ്ഞിന്റെ മനുഷ്യാവകാശത്തിന് വേണ്ടി സംസാരിച്ചപ്പോൾ ഇവിടെ ചെറുതായത് ആരാണ്? നിങ്ങളൊന്ന് ചോദിച്ചു നോക്കണം. ഇന്നലെ നിങ്ങൾ ഉറഞ്ഞ തുള്ളിയല്ലോ ചാനലിന് മുമ്പിൽ വന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഒരു മാനസിക വിഭ്രാന്തിയുള്ള ആളുകളെ പോലെ ഇങ്ങനെ ചിരിച്ച് കേരളത്തെ കൊഞ്ഞനം കുത്തി നിങ്ങൾ ചിരിച്ചല്ലോ. പക്ഷെ നിങ്ങൾക്ക് തരാനുള്ള ഏറ്റവും വലിയ മറുപടി ഇതാ ഈ ഉമ്മയുടെ മറുപടിയാണ്. കാരണം നിങ്ങൾ വിചാരിച്ചത് ഇവിടെ ഈ വിഷയം വരുമ്പോ ഇവിടെ എല്ലാ ഇസ്ലാമിസ്റ്റുകളും അല്ലെങ്കിൽ മുസ്ലിം മതവാദികളും അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റി ന്യൂനപക്ഷ ആളുകളൊക്കെ ചേർന്നുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ എല്ലാ സ്കൂളുകളിൽ നിന്നും ഇവരുടെ മുസ്ലിം കുട്ടികളെ മറ്റ് മുസ്ലിം മാനേജ്മെന്റ് കീഴിലേക്ക് കൊണ്ടുപോയി ചേർക്കുമെന്നും അതുവഴി ഇവിടെ ഒരു വർഗീയ മുതലെടുപ്പ് നടത്താമെന്നുള്ള നിങ്ങളുടെ ഈ പറയുന്ന രീതിയിലുള്ള തിരക്കഥയുടെ കെട്ടി ഇവിടെ പൊട്ടിച്ചിരിക്കുകയാണ് ഈ പ്രിയപ്പെട്ട ഉമ്മ. ഇവിടെ ഒരിക്കലും
ഈ കുട്ടിയുടെ അവകാശത്തിന് വേണ്ടി വാദിക്കുന്നവർ ഒരിക്കലും ക്രിസ്ത്യൻ മിഷണറീസിനോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റ് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിനോ ഒരിക്കലും എതിരല്ല. ഞങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം 10,000-കണക്കിന് വലിയ രീതിയിലുള്ള നല്ല ക്വാളിറ്റി വിദ്യാഭ്യാസം കൊടുക്കുന്ന, നല്ല അച്ചടക്കമുള്ള, നല്ല കുട്ടികളെ വാർത്തെടുക്കുന്ന ഒരുപാട് സ്കൂളുകൾ ഈ പറയുന്ന ക്രിസ്ത്യൻ മാനേജ്മെന്റിന് കീഴിലുണ്ട്. പക്ഷേ അവർക്കൊന്നുമില്ലാത്ത ഒരു പ്രത്യേകത മാത്രമാണ് നിങ്ങൾ ഇന്നലെ പറഞ്ഞത്. നിങ്ങൾ ഇന്നലെ ചോദിച്ചിരുന്നല്ലോ, ഈ സ്കൂളിൽ ഒരുപാട് മുസ്ലിം കുട്ടികളുണ്ട്, ആ മുസ്ലിം കുട്ടികൾക്കൊന്നുമില്ലാത്ത ഒരാവശ്യം എന്തേ ഈ കുഞ്ഞിനെ എന്ന്. പക്ഷേ അന്ന് മതേതരവാദികൾ നിങ്ങളോട് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു, കേരളത്തിൽ ഒരുപാട് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളുണ്ട്, പക്ഷെ അവർക്കൊന്നുമില്ലാത്ത ഈ വർഗീയതയുടെ BJP സംഘപരിവാരത്തിന്റെ വർഗീയത നടപ്പിലാക്കുന്ന ഈ നിയമ നടപടി എന്തേ നിങ്ങളുടെ സ്കൂളിൽ എന്ന് നിങ്ങളോട് ചോദിച്ചിരുന്നു. അന്ന് നിങ്ങൾക്ക് ആ ചോദ്യത്തിന് മറുപടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പത്രക്കാരോട് പറഞ്ഞത്, ഞങ്ങളോട് ഒരു ചോദ്യവും ചോദിക്കരുതേ, ഞങ്ങൾക്ക് ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള യാതൊരുവിധ അറിവുമില്ല ഈ കടലാസ് കഷണം വായിക്കുന്നതിനപ്പുറം എന്ന്. എന്നാൽ ഇന്നിതാ, എന്താണോ ഈ വിഷയത്തിൽ നിങ്ങളുടെ ഇരട്ടത്താപ്പ് എന്നും BJPക്ക് കുഴലൂതാൻ വേണ്ടി നിങ്ങൾ നടത്തിയ നാടകമാണ് ഇത് എന്നും ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിൽ കൂടി ഈ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും ഇന്ന് കേരള സമൂഹത്തിന് മനസ്സിലാക്കി കൊടുത്തിരിക്കുകയാണ്. ഇവർക്ക് മാത്രമല്ല ബിഗ് സല്യൂട്ട്. ഈ കുഞ്ഞിനെ ചേർത്തു പിടിക്കുന്നു എന്ന് പറഞ്ഞ്, മോളെ നീ കടന്നു വരൂ എന്ന് പറഞ്ഞ്, എന്താണോ യേശുദേവൻ ഈ സമൂഹത്തോട് പറഞ്ഞിരുന്നത്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന പരിശുദ്ധമായ ക്രൈസ്തവ സന്ദേശം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കുഞ്ഞിനെയും ഉമ്മയെയും ചേർത്തു പിടിച്ച് നിങ്ങൾ ഈ സ്കൂളിലേക്ക് വരൂ എന്ന് പറഞ്ഞ ആ ക്രൈസ്തവ സഭയെ പ്രതിനിധീകരിക്കുന്ന യഥാർത്ഥ മനുഷ്യസ്നേഹിയായ മദർ തെരേസയുടെ പിന്തുടർച്ചക്കാരിയായ ആ സ്കൂളിന്റെ പ്രിൻസിപ്പളിനും ഞങ്ങളുടെ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. ഒരിക്കൽ കൂടി പറയുന്നു, BJPയുടെ സംഘപരിവാരത്തിന്റെ അച്ചാരം വാങ്ങി അവർക്ക് കുഴലൂത് നടത്തി കേരളം എന്ന് പറയുന്ന മതേതര കേരളത്തെ കീറിമുറിക്കാൻ വേണ്ടി ആര് മുന്നോട്ട് വന്നാലും ഇതാ ഇങ്ങനെ കേരളത്തിലെ ജനത അതിനെ ഒറ്റക്കെട്ടായി എതിർത്തിരിക്കും.